മാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത്. മാംഗ്ലൂരിൽ നാഗസാന്ദ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. മെട്രോ ട്രെയിനിലാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല. അങ്ങനെ ഇത് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ ജെല്ലിൻ്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ പല സ്ഥലത്തോട്ട് ഞാനാണ് പുസ്തകം. ഇതിലൂടെ ഇത് കണ്ടോ, കാവൽക്കാരായി ഓരോരുത്തരും നിൽക്കും. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വിഷമിച്ചു പോയാണ് ഇതിലോട്ട് കയറാന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ പറ്റില്ല. ഇങ്ങനെ നടക്കുകയാണ്. നല്ല വെയിൽ. കീപ് ദിസ് ഏരിയ ക്ലിയർ. അങ്ങനെ ഇവിടെ എത്തി. എൻട്രൻസ് എത്തിയിട്ടു. ഇവിടെ എന്താണെന്ന് പോലും അറിയില്ല. എൻട്രൻസ് എത്തി. അങ്ങനെ ഇതെന്താ ഇതിലോട്ട് ഇങ്ങനെ നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഒന്ന് എസ്കലേറ്റർ ഉണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. എൻട്രൻസ് ഇങ്ങോട്ടാണ് വരുന്നത്. അവിടെ കാറൊക്കെ പാർക്ക്. എവിടേക്കാ? അപ്പോൾ ഇത് എൻട്രൻസ് ഇതിലൂടെയാണ്. കുറേ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കണ്ടു. എസ്കലേറ്റർ, ഇപ്പോഴത്തെ എസ്കലേറ്റർ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തേത്. പക്ഷെ ഇവിടെ ഒന്നും പോയില്ല. ഇതിലൊക്കെ അവരാണ്. അപ്പോൾ ഇത് ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊരു ഇതിലോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇതേ അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തി. ഇത് കണ്ടോ, അവിടെയൊക്കെ ചിലയുണ്ട് കുറേ സാധനങ്ങൾ. ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നല്ലതല്ലേ. ഇതുണ്ട്, ഇത് നമ്മളുടെ വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങളല്ല. കുറേ സ്റ്റെപ്പും എസ്കലേറ്ററൊക്കെ ഉണ്ട്. എസ്കലേറ്റർ ഇപ്പോൾ ഞാനങ്ങനെ കയറുകയാണ്. പഠിച്ചു പോയി. ഇവിടെ ഒരാളൊക്കെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ താഴോട്ടൊക്കെ അങ്ങനെ നോക്കി നിൽക്കണേ. ഞാനാണ് ഫസ്റ്റ് കയറിയത് കേട്ടോ എസ്കലേറ്ററിൽ. കണ്ടോ, ഞങ്ങളങ്ങനെ ഇവിടം വരെ എത്തിയേ. വീട്ട് സാധനങ്ങൾ, അതായത് ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഫയർ എക്സിറ്റ് ഇതാ. അതെ, അങ്ങനെ ഞാനിങ്ങനെ പോവുകയാണ്. ഇതിലോട്ടൊക്കെ എവിടെയൊക്കെ പോകാൻ പറയുന്നത്. ഇതിലോട്ട് എസ്കലേറ്ററാ എന്താണെന്ന് പോലും അറിയില്ല. കേസ് ആദ്യമായിട്ട് വരുന്നത് ഒന്നും തിരിയുന്നില്ല. ഉണ്ട്. അപ്പം എൻട്രൻസ് മുകളിലെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇത് പൂവൊക്കെ കുത്തിയിട്ട് ഭയങ്കര അവർ കയറുന്നതൊക്കെയുള്ള ഉമ്മക്ക് എക്സ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഇതേ എക്സ്കലേറ്ററിൽ കയറാൻ വരെ പഠിച്ചിട്ടാ. ഇതേ അങ്ങനെ ഞങ്ങൾ എത്തും എൻട്രൻസിൻ്റെ മുകളിലെത്തി കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട്, ചെറിയ ബെഡ് എന്തൊക്കെയാണ്, എന്താണ് ഇവിടെ, എന്തൊക്കെയാണ്
रेस्टोरेंट में जा सकते हैं अभी 5-10 बजे ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. റെസ്റ്റ് ഇത് 10 മണിക്ക് തുറക്കൂ, സമയം ഇത്രേ ആയുള്ളൂ. അപ്പം റെസ്റ്റ് എടുക്കാനൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. വാ നമുക്ക് പോകാം, ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുവരെ ഞാൻ നല്ലത് ഇത് കണ്ടു എന്തെല്ലാം ആണ് ഇത് നോക്കൂ. അവിടെയൊക്കെ എന്തെല്ലോ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇത് നോക്കൂ. ഇവിടെ റെസ്റ്റ് എടുക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. റെസ്റ്റ് എടുക്കേണ്ടത് ഇത് 10 മണിക്ക് ഓപ്പൺ ആക്കൂ, അതുവരെ ഇവിടെ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരാൾ കേക്കിൻ്റെ സാധനമൊക്കെയാണ്. കോഫി ആകുന്നതേ ഉള്ളൂ. ഇവിടെ നേരോട്ട് കുറേ ജ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തെല്ലോ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാപ്പി കോഫി രണ്ടോ കാപ്പിപ്പൊരിയൊക്കെ ഉണ്ട്. അതൊക്കെ പറയുന്നുണ്ട് നഗറ്റ്സും അങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ റെസ്റ്റ് എടുക്കേണ്ട ഒരു സ്ഥലം, ഗ്രീൻ കളറാക്കി. പിന്നെ ഇതൊക്കെയാണ്. അവിടെയൊക്കെ റെസ്റ്റ് എടുക്കുന്നതാണ്. ഇത് 10 മണിക്ക് ഓപ്പൺ ആക്കൂ, അതുവരെ ഇതൊരു റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അതുവരെ ഞാൻ നിങ്ങൾക്ക് ഉള്ളതെല്ലാം കാണിച്ചു തരാം. ഇവിടെ എന്തോ ഇപ്പോൾ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, കാരണം ഇംഗ്ലീഷിൻ്റെ ടൈമല്ലേ. ഒരാൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് റെസ്റ്റ് എടുക്കാനും പോകുന്നുണ്ട്. ഞാൻ മാത്രം ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ശരി നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ബോട്ടിൽസ് ഇങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് അച്ചാറാണോ അറിയില്ല, അച്ചാറാണോ ഒന്നും അറിയില്ല ഗൈസ്. എന്തൊക്കെ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. ഇതെന്തോ സാധനം, എന്തോ കഴിക്കേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കുന്നത്. കേക്കിൻ്റെ സ്ഥലം, ഷവർമ, ചപ്പാത്തിയിലൊക്കെ ഉണ്ടാക്കിയത്, പിന്നെ ഐസ് ടീ, പിന്നെ കോൾഡ് കോഫി, പിന്നെ സാൾട്ട് കാരമൽ, പിന്നെ ഐസ് ടീ തന്നെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇത് ഗ്രീൻ ടീ ആണ് കേട്ടോ, ഗ്രീൻ ടീൻ്റെ പെപ്പർമിൻ്റാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ തന്നെ ചെയ്തങ്ങനെ പോകും കേട്ടോ. കേക്കൊക്കെ എത്തുന്നുണ്ട്, കുറേ തല പാടി പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നും അറിയില്ല. അവിടെ കുറേ റെസ്റ്റ് ചെയ്യുന്നു, എവിടെ കാണാൻ വന്നിരിക്കുന്നു. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാധനമാണ്. അപ്പോൾ ഇതെന്താണെന്നറിയില്ല, ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. കൈ വെച്ച് നോക്കിയാൽ നമുക്കറിയാം എന്തോ നീണ്ടു പോവുകയാണ്. അതുകൊണ്ട് ഉള്ളിൽ എന്താ പരിപാടിയെന്ന് പോലും അറിയില്ല കേട്ടോ. ഞങ്ങൾക്കൊന്നും അങ്ങനെ മനസ്സിലാവണില്ല. ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഗൈസ് ഒരു ക്ലിയറില്ല. ഇത് കണ്ടോ, കളിക്കേണ്ട സ്ഥലമാണേ. കുട്ടികളൊക്കെ ലെവൽ വരച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട. ഇത് ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ. ഇത് കുട്ടികളിങ്ങനെ കളറടിച്ച് പണിയാണ്.
എണീക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഇതൊരു 10 മണി 11 മണി അങ്ങനെ ആകുമ്പോഴാണ് ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞത്. ഇത് എത്ര മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. കണ്ടു കുറേ അങ്ങനെ സാധനങ്ങളൊക്കെ ഇത് കണ്ടോ. കുറേ കപ്പും പിന്നെ ഇങ്ങനെ സകല സാധനങ്ങളൊക്കെ ഉണ്ട്. സെർവിങ് ബൗളൊക്കെ ഇല്ലേ ഒരു ഗോൾഡൻ കളറിൽ, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത് കണ്ടോ എന്തെല്ലാം പിടിച്ച് അമർത്തുകയാണ്. ഇതെന്താ സാധനം ഗൈസ്? ഇത് ബൗള് അങ്ങനത്തെ ഒരു സാധനം. ഇത് എന്താണെന്നാണ് എനിക്കിതുവരെ മനസ്സിലാവാത്തത്. ചിലപ്പോൾ സ്നാക്സിൻ്റെ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കാറുള്ളത് കേട്ടോ. ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അയ്യോ അവിടെ എന്തായാലും ഇരിക്കുന്നു. അവിടെ അതാണ് നീ ഇരിക്കുന്നില്ല, നടക്കുന്ന തന്നെയുള്ള ഒരിതാണ് ചെരുപ്പിൻ്റെ അടിയൊക്കെ നോക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്ന എനിക്കൊന്നും അറിയില്ല കേട്ടോ. കുറേ ഇങ്ങനത്തെ കുറേ കളക്ഷൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര മണിക്കാണ് തുറക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അതിലൂടെ ആ ഒരു വഴിയിലൂടെ ഒരാൾ പോയി. ഈ ഒരു 3 ആൾക്കാർ ഈ സീറ്റിൽ, ഞാനും ഈ സീറ്റിൽ. ഇപ്പോൾ എന്ത് ചെയ്യും? അവരും അവിടെ ഇരിക്കും. എന്ത് ചെയ്യും ഇപ്പോൾ? ഇത് കണ്ടോ ഒരു ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് പച്ച സാധനത്തിൽ കണ്ടില്ലേ? നല്ല ഡിസൈനല്ലേ ഇത്? ഒറ്റ മിനിറ്റ് കേട്ടോ. ബാക്കിലൊക്കെ ഇങ്ങനെ പുല്ല് ഡിസൈൻസ് ഒക്കെ ചെയ്തിരിക്കുന്നു. കണ്ട പുല്ല് ഡിസൈൻസ് കണ്ട് എന്തല്ലോ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണോ കേട്ടോ.